ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് പെയിൻറ്റ് ബ്രഷ് ഒന്നും യൂസ് ചെയ്യാത്ത നല്ല സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ബേസ് കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പം ബ്ലാക്ക് കളർ പെയിൻ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളത് യെല്ലോ കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ കുറച്ച് മാത്രം പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം ഒരു വിരലൊന്നും ഇങ്ങനെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ മേലെ നിന്ന് ഇങ്ങനെ താഴോട്ടായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഒരു ഇത് വരച്ചു കൊടുക്കുക. പിന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് റൈറ്റ് സൈഡിലും വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. വളരെ ഈസിയാണ്. നമ്മളിത് ലെഫ്റ്റിൽ ഇതുപോലെ ഒരു ആർച്ച് പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് റൈറ്റിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നടുക്ക് ഭാഗത്ത് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് തിന്നായിട്ട് നമ്മളെ കൈയിൻ്റെ സൈഡ് വെച്ചിട്ടൊന്നിങ്ങനെ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ മേലെ ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ, ഫിലമെൻറ്റ് പോലുള്ള, അപ്പോൾ അതൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് കുറച്ചധികം തന്നെ യെല്ലോ കളർ വെച്ചിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പെയിൻറ്റിൽ അത്യാവശ്യം നന്നായിട്ടൊന്നിങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല. പിന്നീട് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നല്ല ഭംഗിയായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ യെല്ലോ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു 5 ബട്ടർഫ്ലൈസ് ഒന്നിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം നിന്ന് ഇതുപോലെ കുറച്ച് പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ചിറകുണ്ടല്ലോ, ആ ചിറകിലേക്ക് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടാനാണ്. യെല്ലോ കളർ മാത്രം അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഓറഞ്ച് കളറും കൂടെ ചേർക്കുമ്പം നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് നമ്മൾ എല്ലാ ബട്ടർഫ്ലൈസിനും ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓറഞ്ച് കളർ പെയിൻറ്റ് തന്നെ വെച്ചിട്ട് ബട്ടർഫ്ലൈസും ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർഫ്ലൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് കളേഴ്സ് യൂസ് ചെയ്യാം. കാരണം നല്ല കളർഫുള്ളായിട്ട് ഒരുപാട് ടൈപ്പ് ബട്ടർഫ്ലൈസ് ഉള്ളതുകൊണ്ട് നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നല്ല കളറൊക്കെ വെച്ചിട്ട് കോമ്പിനേഷനൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടത് സാപ്പ് ഗ്രീൻ ആണ്. എന്നിട്ട് നമ്മളെ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, ആ ഒരു പഴയൊരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പുല്ലിനൊക്കെ പോലെ ഒന്നിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രഷായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അത്ര സ്മൂത്തായിട്ട് കിട്ടാത്തത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു പുല്ല് ഡിസൈൻ ചെയ്യുന്ന പോലെ കിട്ടും കേട്ടോ. ഈ ഒരു ബ്രഷ് ആണെങ്കിൽ ഞാൻ അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. കാരണം പുല്ലിൻ്റെതാകുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഡിസൈന് പെർഫെക്റ്റ് ആയിട്ടൊന്നും വേണമെന്നില്ല. ഒരു താഴെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ വരുന്ന രീതിയിൽ നമ്മളൊന്നിങ്ങനെ വരച്ചെടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഗ്രീൻ കളർ ചുറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഓറഞ്ചും യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബട്ടർഫ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞാൻ യെല്ലോ കളർ തന്നെ വെച്ചിട്ട് ബട്ടർഫ്ലൈസ് കുറച്ചിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് പ്രത്യേക ഒരു രീതിയിലൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞ് ഡോട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ നമ്മൾ ബ്രഷ് വെച്ചിട്ട് പുല്ല് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ യെല്ലോ കളർ പെയിൻറ്റിൽ നമ്മൾ വിരൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു റെഡിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡും യെല്ലോയും കൂടെ ചേർന്നിട്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിംഗർ പെയിൻറ്റിങ് വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം, പെറ്റൽസൊക്കെ ആയിട്ട്. ഞാൻ അങ്ങനെയല്ല, ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ട് തന്നെ നല്ലൊരു ഭംഗി കിട്ടും ഒരു ഗ്രീൻ കളറിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ. ഇനി അവസാനമായിട്ട് നമ്മളെ ബോട്ടിലേക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴയ ടൂത്ത് ബ്രഷ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് യെല്ലോ കളർ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രിസിൽസ് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നല്ല കുഞ്ഞു സ്പ്രേ ചെയ്ത പോലത്തെ നല്ലൊരു ഡോട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ആ ഒരു ബ്ലാക്കിലേക്ക് ഇങ്ങനെ യെല്ലോ കളർ വരുന്ന സമയത്ത്. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിൻറ്റ് കുറച്ച് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം പെയിൻറ്റ് ആ ഒരു ബ്രഷിലാക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ അതിലേക്ക് ആവുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം.
ഇത്രയേ ഉള്ളൂ നമ്മളെ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടൊരു ബോട്ടിലാട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു ബോട്ടിലൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് പെയിൻറ്റ് ബ്രഷ് ഒന്നും വേണമെന്നില്ല. കുറച്ച് പെയിൻറ്റ് മാത്രം എടുത്ത് നമുക്ക് ഫിംഗേഴ്സൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടാണ്. നമ്മൾ ഫിംഗർ പെയിൻറ്റിങ്ങും പിന്നെ അതുപോലെ പഴയ ടൂത്ത് ബ്രഷും മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ഇങ്ങനെ പുല്ലുകളും പിന്നെ അതുപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് പിന്നെ അതുപോലെ ബട്ടർഫ്ലൈസ് ഒക്കെ ആയിട്ട് നല്ലൊരു പൂന്തോട്ടം പോലുള്ളൊരു ബോട്ടിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കളറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളർ വെച്ചിട്ട് ബേസ് കോട്ട് അടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിലാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.